റേറ്റ് കുറച്ചെടുക്കുന്നവർ ചിലപ്പോൾ കൂട്ടിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ സാധാരണ ഫുൾ കോൺടാക്റ്റ് എടുക്കുന്ന ആളുകൾ ഒഴിവാക്കിയിട്ട് എടുക്കുന്ന റേറ്റ് ആണെങ്കിൽ 100 ഈ രംഗത്തുള്ള ആളുകളുമായി സംസാരിച്ച ശേഷം ഒരു ആവറേജ് റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ട്രസ് വർക്കിൻ്റെ റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രസ് വർക്കിൻ്റെ റേറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. എൻ്റെ വീട് ട്രസ് വർക്ക് ചെയ്താണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറ് അത് 2 വർഷം മുന്നേ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതിപ്പോഴും കണ്ടിട്ട് ആ റേറ്റിൽ ചെയ്യുന്ന ആളുകളുണ്ടോ ചോദിച്ചിട്ട് എന്നെ പല ആളുകളും വിളിക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ പറയട്ടെ, അത് 2 വർഷം മുന്നേ ചെയ്തതാണ്. ആ റേറ്റ് ഒരിക്കലും നമുക്ക് ഈ കാലം ചെയ്യാൻ കഴിയില്ല. അന്ന് ഞാൻ സാധനം വാങ്ങിക്കൊടുത്തിട്ട് മെറ്റീരിയൽ വാങ്ങിക്കൊടുത്തിട്ട് ലേബർ മാത്രമാണ് കോൺട്രാക്റ്റ് കൊടുത്തത്. അന്ന് 23 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് അന്ന് നമ്മളെ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ റേറ്റ് ഒരിക്കലും ഈ കാലത്ത് റേറ്റ് നമുക്ക് ട്രസ് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ആദ്യമേ പറയട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒരു കാര്യം പറയാം. എൻ്റെ ചാനൽ എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട ചാനലാണ്. എൻ്റെ വീടൊരു ലോ ബഡ്ജറ്റ് വീടാണ്, മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ നിർമ്മാണ ഘട്ടങ്ങളും അതിൻ്റെ ചെലവുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവർ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ വീട് 2 വർഷം മുന്നേ ചെയ്ത അന്ന് GP പൈപ്പിൻ്റെ റേറ്റ് കിലോയ്ക്ക് 68-70 രൂപയായിരുന്നു. അന്ന് മാറിയിട്ട് ഇന്ന് GP പൈപ്പിൻ്റെ റേറ്റ് പറഞ്ഞാൽ 100-100ൻ്റെ മുകളിൽ പോയിരുന്നു. ഇപ്പോൾ ഒരു 85-87 ആ റേറ്റിലൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ കിട്ടുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ റേറ്റ്, ഈ വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ 2023 ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു റേറ്റാണ് പറയുന്നത്. കുറച്ച് കാലം ഇതിൽ വീണ്ടും മാറ്റം വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ പൊതുവേ നാട്ടിൽ ഈ ട്രസ് വർക്കിന് വരുന്ന ഒരു റേറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ രംഗത്ത്, എൻ്റെ ഒരു അഭിപ്രായമല്ല, ഈ രംഗത്ത് കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന പല ആളുകളുമായി സംസാരിച്ച ശേഷം പറയുന്ന റേറ്റാണ്, ഒരു ആവറേജ് റേറ്റാണ്. ആദ്യം പറയട്ടെ, ഈ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. റേറ്റിൽ മാറ്റം വരാൻ കാരണം പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ വർക്കിൻ്റെ സൈറ്റിൻ്റെ ഒരു സ്വഭാവം. വല്ല റിസ്ക്കുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ, സൈറ്റൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് റേറ്റ് കൂട്ടി വാങ്ങും. പിന്നെ പല ഡിസൈനൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും റേറ്റിലൊക്കെ മാറ്റം വരാം. ഇതൊരു ആവറേജ് റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇങ്ങനത്തെ വർക്കുകൾ ചെയ്ത് നമുക്ക് 3 വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കാം. അതായത് മെറ്റീരിയൽ എല്ലാം അവർ പണിക്കാർ വാങ്ങിയിട്ട് എല്ലാവരും വാങ്ങിയിട്ട് നമുക്ക് കോൺട്രാക്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ നമുക്ക് വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ ലേബർ മാത്രം നമുക്ക് കോൺട്രാക്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ കൂലിക്കും ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കൂലിക്ക് ചെയ്യുന്ന റേറ്റ് ആണെങ്കിൽ നമുക്കറിയാം, ഒരു 1200-1500 രൂപയൊക്കെയാണ് ഒരു സാധാരണ ഒരു മെയിൻ പണിക്കാരൻ്റെ റേറ്റ്. ആണെങ്കിൽ ഹെൽപ്പർക്ക് ഒരു 1000-ലേറെ റേറ്റ് ആയിരിക്കും. അത് നമ്മൾ കറണ്ടും മറ്റ് പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ അത് നമ്മളെ വർക്ക് ചിലപ്പോൾ നീണ്ടാനും പ്രശ്നം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരും കൂലിക്കാരും അധികം ചെയ്യിക്കാറില്ല. ചെയ്യിക്കുന്ന ആളുകളുണ്ട്. നല്ല പോലെ കറണ്ടും ഒക്കെ വൃത്തിയായിട്ട് ഉള്ള ഏരിയയിലാണെങ്കിൽ കൂലിക്കും ചെയ്യിക്കാറ്, ചെറിയ വർക്കൊക്കെ ചെയ്യിക്കാറുണ്ട്. പക്ഷേ പൊതുവേ ഇത് ചെയ്യിക്കാറുള്ളത് ഒന്നുകിൽ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ലേബർ മാത്രം കോൺട്രാക്റ്റ് കൊടുക്കുക. ഇനി ഇത് ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ മലപ്പുറം ജില്ലയിലത്തെ റേറ്റാണ് പറയട്ടെ, മറ്റു ജില്ലയിൽ നമുക്കറിയില്ല. മലപ്പുറം ജില്ലയിൽ ഉള്ള റേറ്റാണ് പറയാം, ഒരു ആവറേജ് റേറ്റാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ കോൺട്രാക്റ്റ് എടുക്കുന്ന ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത്, കുറച്ച് മുന്നൊക്കെ ഓടക്കം അവർ ഫുൾ കോൺട്രാക്റ്റ് എടുത്തിരുന്നു. ഇപ്പോൾ സാധാരണ അവർ ട്രസ് വർക്ക് മാത്രമാണ് പൊതുവേ ഇത്തരം ആളുകൾ കോൺട്രാക്റ്റ് എടുക്കാറുള്ളൂ. ട്രസ് വർക്ക് മാത്രം, ഫുൾ കോൺട്രാക്റ്റ് ആണെങ്കിലും ലേബർ കോൺട്രാക്റ്റ് ആണെങ്കിലും, ഫുൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ ട്രസ് വർക്ക് മാത്രമേ എടുക്കാറുള്ളൂ. ഓടിൻ്റെ കാര്യം അവർ അതിൽ ഉൾപ്പെടുത്താറില്ല. കാരണം ട്രസ് വർക്ക് മാത്രം എടുക്കാൻ കാരണം, ട്രസ് വർക്കിനൊരു GP പൈപ്പ് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് സൈസ് ഉണ്ട്, റേറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്, ഈ ഓരോ സമയത്തുണ്ട്. പക്ഷേ ഓടിൻ്റെ കാര്യം അതല്ല. ഓട് നമുക്കറിയാം, സെറാമിക് ഓട് 50 രൂപ തൊട്ട് മേലേക്ക് പല റേറ്റിലും അവൈലബിൾ ആണ്. മാത്രമല്ല, നാടൻ ഓടാണെങ്കിൽ പോലും അത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ആണ് പല റേറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്കിത് സാധാരണ നമ്മളെ കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് അത് വിരിക്കാനുള്ള ചാർജ്, വിരിക്കാനുള്ള ആ ഭാഗം മാത്രം, വിരിക്കാനുള്ള ചിലവ് മാത്രം
ഇത്രയും കോൺട്രാക്റ്റുകാർ ഒന്നുകിൽ ഫുൾ കോൺട്രാക്റ്റ് എടുക്കും, അല്ല ഫുൾ കോൺട്രാക്ട് ലേബർ കോൺട്രാക്റ്റ് എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഫുൾ കോൺട്രാക്റ്റ് എടുക്കുന്ന ആളുകൾ ചെയ്യാറുള്ളത് അതിൻ്റെ GP പൈപ്പ് പിന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോൺട്രാക്റ്റാണ് എടുക്കാറുള്ളത്. അതിൽ ഓട് കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക ചെയ്യാറുള്ളത്. പിന്നെ ചില ആളുകൾ പിന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഓട് വാങ്ങിപ്പിച്ച് അതിൻ്റെ റേറ്റും ബില്ലിങ്ങനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടോട്ടൽ റേറ്റ് പറയാറുണ്ട്. അങ്ങനെയും പിന്നെ ഈ കോൺട്രാക്ട് എടുക്കുന്ന ആൾ എന്ത് ചെയ്യും, അതേ ഓട് വെച്ചിട്ട് അവർ ട്രസ് വർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പൊതുവേ ഓട് ഉൾപ്പെടുത്താതെയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം മലപ്പുറം ജില്ലയിലൊക്കെ സാധാരണ ആളുകൾ ഇത്തരം വർക്ക് ചെയ്യുന്ന ആളുകൾ കോൺട്രാക്ട് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതിൽ സാധാരണ ഒരു ട്രസ് വർക്ക് ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന കുറച്ച് പൈപ്പിൻ്റെ കുറച്ച് അളവുകളുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ ട്രസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് കഴുക്കോലും അത് പിന്നെ പർലിങ്ങും പട്ടികയാണ് സാധാരണ വേണ്ടത്. അത് പിന്നെ അതിന് ചൂഴിക അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം അതിൻ്റെ ഒരു പൈപ്പിൻ്റെ ഒരു സൈസ് പറഞ്ഞാൽ നമ്മൾ സാധാരണ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചാൽ ഞാൻ പൊതുവെ അന്വേഷിച്ചപ്പോഴും ഈ സൈസ് തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാതെ പറഞ്ഞു. ഇപ്പം കഴുക്കോലാണെങ്കിൽ കഴുക്കോല് അതിൻ്റെ ചൂഴിക അതിൻ്റെ മുകളിൽ വയ്ക്കുന്നതൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് പറഞ്ഞാൽ 3:1.5 എന്ന സൈസുള്ള GP പൈപ്പാണ്. ഇതാണ് 3:1.4. ഇത് 3 ഇഞ്ച് നീളണ്ടായിരിക്കും. ഇത് വീതി 1.5 ഇഞ്ച് വീതിനായിരിക്കും. ഇത് 16 ഗേജാണ്. 16 ഗേജിൽ ഈ ഒരു സൈസുള്ള GP പൈപ്പാണ് അവർ ഈ കഴുക്കോലിന് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ചുറ്റും ഇപ്പോൾ കഴുക്കോല് വയ്ക്കാൻ ചുറ്റും വയ്ക്കാണ്ടാവും, മുകളിൽ വയ്ക്കാണ്ടാവും, കോർണറിൽ വയ്ക്കാൻ അതൊക്കെ വയ്ക്കാണ്ടാവും. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാം ഈ പൈപ്പ് തന്നെ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പർലിങ് അതായത് പട്ടിക പറഞ്ഞാൽ 3/4-1.5 ഉള്ള ഈ പൈപ്പാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ ഒക്കെ ഗേജ് പറഞ്ഞാൽ 16 ഗേജ്. ഇതിലിപ്പോൾ നമുക്ക് റേറ്റ് കുറയ്ക്കണമെങ്കിൽ 18 ഗേജ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. പൊതുവെ ഒരു ആവറേജ് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു 16 ഗേജാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഫുൾ കോൺട്രാക്റ്റ് എടുക്കുന്നവരും അവർ പറയും കോൺട്രാക്റ്റിൽ പ്രത്യേകം അതിലെ കൊട്ടേഷനിൽ പ്രത്യേകം സൂചിപ്പിക്കും 16 ഗേജ് ഇത്ര സൈസ്, ഇതിലെ സൈസ് പറയും, ആ സൈസ് വെച്ചിട്ടാണ് ചെയ്യുക. പിന്നെ മാത്രമല്ല ഈ കഴുക്കോലുകൾ തമ്മിലുള്ള അകലം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴുക്കോലുകൾ തമ്മിലുള്ള അകലം ഇത്തരം വർക്ക് ചെയ്യുന്ന ആളുകൾ എടുക്കാറുള്ളത് സാധാരണഗതിയിൽ എടുക്കാറുള്ളത് ഒരു 90 സെൻറ്റിമീറ്റർ, മാക്സിമം പോയി 1 മീറ്റർ. 1 മീറ്റർ താഴെ ആയിരിക്കും മിക്കവാറും കഴുക്കോലുകൾ തമ്മിൽ അകലം കൊടുക്കാറുള്ളത്. അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാറില്ല. പിന്നെ റേറ്റ് കുറച്ചെടുക്കുന്നവർ ചിലപ്പോൾ കൂട്ടിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ സാധാരണ ഫുൾ കോൺട്രാക്റ്റ് എടുക്കുന്ന ആളുകൾ ഓട് ഒഴിവാക്കിയിട്ട് എടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ 140 മുതൽ 160 രൂപ വരെ ഇപ്പോഴത്തെ റേറ്റ് ഉണ്ട്. 140 മുതൽ 160 വരെ ട്രസ് വർക്കിന് മാത്രം. അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് ഉൾപ്പെടും. ഇതിൻ്റെ ഒരു പ്രൈമർ, അതായത് അപ്പോക്സി പ്രൈമർ ഒരു കൊട്ടടിക്കും. അതിനുശേഷം ഇതിൻ്റെ കഴുക്കോലിൻ്റെ അറ്റൊക്കെ പിന്നെ അടച്ച് വൃത്തിയാക്കും. പിന്നെ മാത്രമല്ല വെൽഡിങ് കഴിഞ്ഞ ശേഷം വീണ്ടും അത് പിന്നെ ഇപ്പോൾ അപ്പോക്സി പ്രൈമർ കൊണ്ട് ടച്ച് ചെയ്യും ആ ഭാഗങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും സ്ക്രാച്ച് വരികയാണെങ്കിൽ ആ ഭാഗം ടച്ച് ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു ഫുൾ ഫിനിഷിങ്ങിൽ ചെയ്യുന്ന ആളുകൾ വാങ്ങുന്ന റേറ്റാണ് ഈ 140 160 വരെ. ഇത് റേറ്റ് കുറച്ച് വാങ്ങുന്നവരുണ്ടായിരിക്കും, പക്ഷേ അവരുടെ വർക്കിലും ചില പോരായ്മകളുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ കോൺട്രാക്റ്റ് എടുക്കുന്ന റേറ്റ്. ഇനി ഇതിൽ ഓടും കൂടി വിരിക്കണം എന്ന് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 15 രൂപ മുതൽ 20 രൂപ വരെ സ്ക്വയർ ഫീറ്റിന് വാങ്ങാറുണ്ട്. കസ്റ്റമേഴ്സ് ഓട് വാങ്ങി കൊടുത്തിട്ട് അത് പിന്നെ ഇത്തരം വർക്കേഴ്സ് തന്നെ വിരിക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 15 രൂപ മുതൽ 20 രൂപ വരെ ഈ ഓട് വിരിക്കാനും ഇത്തരം കോൺട്രാക്ടേഴ്സ് വാങ്ങാറ്. ഇതാണ് നമ്മൾ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ഉള്ളൊരു റേറ്റ് പറഞ്ഞാൽ. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ സൈറ്റിൻ്റെ റിസ്കിനനുസരിച്ചിട്ടും ഡിസൈനനുസരിച്ചൊക്കെ ചില മാറ്റങ്ങൾ വരാം. ഇനി ഇതിൽ ഇതിപ്പോൾ ഫുൾ കോൺട്രാക്റ്റ് കാര്യം പറഞ്ഞത്, ഓട് ഉൾപ്പെട്ടിട്ടില്ല. ഓട് ഉരിക്കാനുള്ള ചാർജ് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ മെറ്റീരിയൽ മൊത്തം വാങ്ങി കൊടുക്കുകയാണെങ്കിൽ, അതായത് കസ്റ്റമേഴ്സ് മെറ്റീരിയൽസ് മൊത്തം വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പിന്നെ വാങ്ങുന്ന റേറ്റ് പറഞ്ഞാൽ, അതായത് ലേബർ മാത്രം കോൺട്രാക്റ്റ് റേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണഗതിയിൽ 35 മുതൽ 45 രൂപ വരെ വാങ്ങാറുണ്ട്. എൻ്റെ വീട് ചെയ്തപ്പോൾ 23 രൂപ നിരക്ക് ചെയ്തിട്ടുള്ളത് 2 വർഷം മുന്നെയാണ്. ആ റേറ്റ് ഒന്നും ഇപ്പോൾ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. 35-45 വരെ ഇപ്പോൾ റേറ്റ് വാങ്ങാറുണ്ട്. അതിലും ഇതേപോലെ തന്നെ ഓട് വിരിക്കാനാണെങ്കിൽ ഒരു പിന്നെ 15 മുതൽ 20 വരെ എക്സ്ട്രാ വേറെ ലേബർ കോസ്റ്റ് വാങ്ങും. അപ്പോൾ മൊത്തമാകുമ്പോൾ ഒരു ലേബർ മാത്രം ഓട് വിരിക്കലും പിന്നെ ഈ ഡ്രസ് വർക്ക് ചെയ്യലും മാത്രം പിന്നെ ലേബർ മാത്രമാണെങ്കിൽ ഒരു 50 മുതൽ 55 രൂപ വരെ റേറ്റിൻ്റെ ഇപ്പോൾ വിരിക്കണടക്കം വാങ്ങാറുണ്ട്. ഓട് വിരിക്കുന്നില്ലെങ്കിൽ ഡ്രസ് വർക്ക് മാത്രമാണെങ്കിൽ 35 മുതൽ 45 രൂപ വരെ മലപ്പുറത്ത് ഈ ഇത്തരം ഫീൽഡിലെ ആളുകൾ വാങ്ങാറുണ്ട്. ഇതാണ് നമ്മൾ ഓട് വിരിക്കുന്ന കാര്യത്തിലുള്ള ഒരു റേറ്റ്.
പറഞ്ഞല്ലോ ഇതിലൊക്കെ ചെറിയ നല്ല മാറ്റങ്ങൾ വരാട്ടെ, കാരണം ഇതിൻ്റെയൊക്കെ സൈറ്റിനും അതിൻ്റെ റിസ്കിനൊക്കെ അനുസരിച്ച് മാറ്റം വരാം. ഇനി ഇതിൽ നമ്മൾ ചെയ്യാറുള്ളത് ഇത് പിന്നെ ഷീറ്റ് ഇടുകയാണെങ്കിൽ, അതായത് റൂഫിംഗ് ഷീറ്റ് ഇടുമല്ലോ, അങ്ങനെ ഇപ്പോൾ കാർ പോർച്ച് അങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ മുകളിൽ ഷീറ്റ് ഇടാറുണ്ട് നമ്മൾ, പിന്നെ വീടിൻ്റെ മുകളിലൊക്കെ. അങ്ങനെ വരുമ്പോൾ ഒരു റേറ്റ് പറഞ്ഞാൽ അതും ഇതേപോലെ തന്നെ ലേബറായിട്ട് ചെയ്യാറുണ്ട്, ഈ ഫുൾ കോൺട്രാക്ട് ചെയ്യാറുണ്ട്, കൂലിക്ക് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഫുൾ കോൺട്രാക്റ്റ് പറഞ്ഞാൽ അതിൽ ഷീറ്റ് 0.35 ഷീറ്റ്, അതുപോലെ പിന്നെ ഇതേപോലെ തന്നെ അതിൻ്റെ പർലിങ്ങും കട്ടികളൊക്കെ, പിന്നെ അതിൻ്റെ ഈ കഴുക്കോലൊക്കെ ഇതിൻ്റെ സൈസിന് മാറ്റം വരാട്ടോ, അതിനൊക്കെ അളവുകൾ വേറെ സൈസായിരിക്കും. അപ്പോൾ സാധാരണ വാങ്ങാറുള്ളത് ഒരു 120 മുതൽ 130 രൂപ വരെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് കുറച്ച് ഇപ്പോൾ സ്ക്വയർ പൈപ്പൊക്കെ ആവും ചിലപ്പോൾ, അങ്ങനെ ചില മാറ്റം വരും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് അതും ഇതിലിപ്പോൾ അപ്പോക്സി പ്രൈമറൊക്കെ അടിക്കും, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒരു 103.35 ഷീറ്റാണ് ഇടാറുള്ളത്, ക്വാളിറ്റി ഉള്ളത്. ഇങ്ങനെയൊക്കെ പിന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു 120 മുതൽ 130 രൂപ വരെ സ്ക്വയർ ഫീറ്റ് റേറ്റിന് മെറ്റീരിയൽ അടക്കം വാങ്ങാറുണ്ട്. അത് പിന്നെ ഷീറ്റ് ആയതുകൊണ്ട് പിന്നെ അതിന് ക്വാളിറ്റി ഇതൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ കൊട്ടേഷൻ വാങ്ങുമ്പോൾ പ്രത്യേകം പറയും ഇന്ന ഷീറ്റാണ് പറയും. അപ്പോൾ അങ്ങനെ ക്വാളിറ്റിയുള്ള ഷീറ്റൊക്കെ ആണെങ്കിലാണ് ഈ 120 130 വരെ വാങ്ങാറുള്ളത്. കുറച്ച് വാങ്ങുന്നവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ക്വാളിറ്റിക്ക് മാറ്റം ഉണ്ടായിരിക്കും, പൈപ്പിന് മാറ്റം ഉണ്ടായിരിക്കും, അതിൻ്റെ ഗേജിന് മാറ്റം ഉണ്ടായിരിക്കും, ഒക്കെ മാറ്റം. ഇത് അറിയാത്തവർക്ക് ഇതൊക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ മെറ്റീരിയൽ അടക്കം കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ അവരോട് പറയണം. ഇത്ര സൈസ് പൈപ്പ്, ഇത്ര ഗേജ് പൈപ്പ്, പിന്നെ കഴുക്കൂല ഇത്ര അകലം, പർലിങ് തമ്മിൽ ഇത്ര പർലിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അകലം. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മാത്രം കൊട്ടേഷൻ വാങ്ങുക. അങ്ങനെ പറഞ്ഞ് മാത്രം 2, 3, 4 ആൾക്കാരോട് ഈ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെയുള്ള ചാർജ് ചോദിക്കുക. അതിൽ ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും ഭംഗിയായിട്ടും ചെയ്യുന്ന ആളുകൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കാം. ഇനി നമ്മൾ ഷീറ്റിൽ ഇപ്പോൾ നമ്മൾ ലേബർ മാത്രമാണെങ്കിൽ, അതായത് നമ്മൾ ഷീറ്റും പിന്നെ എൻ്റെ പൈപ്പുകളൊക്കെ കസ്റ്റമേഴ്സ് വാങ്ങിക്കൊടുത്ത് പിന്നെ ഷീറ്റ് ഇടാൻ മാത്രമാണെങ്കിൽ, അതായത് ലേബർ മാത്രമാണെങ്കിൽ, അത് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഷീറ്റ് ഇടാനുള്ള റേറ്റ് ആണെങ്കിൽ 25 മുതൽ 30 വാങ്ങാറുണ്ട്. പണ്ട് 18 17 ചെയ്തിരുന്നു. അതിപ്പോൾ കൂടി 25 30 വരെ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് ഷീറ്റ് ഇടാനുള്ള ലേബർ ചാർജ് മാത്രം കേട്ടോ. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കാം. ഇതിലും ചില മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 17 18 ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കുറവുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒരു റേറ്റ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്തുള്ളതാണ്. മലപ്പുറം ജില്ലയിലത്തെ ഈ പ്രമുഖരായിട്ടുള്ള ഈ രംഗത്തുള്ള ആളുകളുമായി സംസാരിച്ച ശേഷം ഒരു ആവറേജ് റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ട്രസ് വർക്കിൻ്റെ റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ 2 വർഷം മുന്നേ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആ റേറ്റിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട്. കാര്യമില്ല, വിളിച്ചിട്ട് കാര്യമില്ല. കാരണം 2 വർഷം മുന്നെയാണ്. അന്ന് പറഞ്ഞല്ലോ, അന്ന് GB പൈപ്പ് റേറ്റാണ് 68 70 രൂപയായിരുന്നു. പലതിനും നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിന് പലതിനും റേറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലെ എല്ലാ വർക്കിനും റേറ്റും കൂടിയിട്ടുണ്ട്, ലേബറും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പിന്നെ ട്രസ് വർക്കുമായി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട കുറേ അധികം വീഡിയോസ് ചാനലിലുണ്ട്, കാണുക. ഇനിയും വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.